ഹലോ. അപ്പോൾ നമ്മുടെ റിയോ ഗ്രാൻഡ് ഫ്രൂട്ടല്ല പ്ലാന്റ് വീണ്ടും ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമുക്ക് ഫ്രൂട്ടായിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ഫ്രൂട്ട് ഞാൻ മതിലിൻ്റെ മേലെ നിൽക്കുന്നത്, അപ്പോൾ ആ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഫ്രൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഒരെണ്ണം ഫ്രൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നാളത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫ്രൂട്ട് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരെണ്ണമാണ് ഫ്രൂട്ട് ആയേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അതിൻ്റെ ഒരു സന്തോഷം മനസ്സിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഫ്രൂട്ട് ഇതാട്ടോ. ഇതാണ് നമ്മുടെ റിയോ ഗ്രാൻഡ് ഫ്രൂട്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ ഇത്രയും നല്ലൊരു വണ്ടർ ചാൻസ് ഇട്ടിട്ട് കണ്ടോ. ഇതാണ് നമ്മുടെ റിയോ ഗ്രാൻഡ് ഫ്രൂട്ട്. ഇത് പഴുത്തിട്ടില്ല, പച്ചയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൂട്ട് ആവാൻ കുറച്ച് ദിവസം പിടിക്കും. അപ്പോൾ ദേ നമ്മുടെ ഫ്രൂട്ട് ഇത് റെഡി, കായ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നല്ല സന്തോഷമുണ്ട്. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. കാരണം 4-5 വർഷമായിട്ടുള്ള എൻ്റെ കാത്തിരിപ്പാണിത്. പിന്നെ ഫ്രൂട്ട് ആവാനായിട്ട് നിൽക്കണ വേറൊരു ഫ്ലവർ കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവണത് കേട്ടോ. അതിനുശേഷമാണ് അങ്ങനെ കായ രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൂട്ട്. എവിടെ ഫ്രൂട്ട്? അങ്ങേയറ്റത്ത് നിൽപ്പുണ്ട്. അതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റംബൂട്ടനാണ് ഇത്. റംബൂട്ടൻ അവിടുത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നല്ല മധുരമാണ്, പച്ചക്ക് തന്നെ നല്ല മധുരമാണ്. പക്ഷേ ഇത് ഇത്രയ്ക്കും റെഡ് കളറായിട്ട് പോലും അതിൻ്റെ ഒരു അംശം പോലും ഇല്ല, കാരണം നല്ല പുളിയാണ്. എന്തായാലും അതിൻ്റെ ഉള്ളിലൊരു പഴുത്തത് നിൽപ്പുണ്ട്. നമുക്ക് ഒന്ന് പറിച്ച് നോക്കാം, മധുരം ഉണ്ടാവും, ഇത്രയും റെഡായത് മധുരം ഉണ്ടാവും ഇല്ലേന്ന്. ഇത് 1.5 വർഷമായിട്ടുള്ളൂ ഈ പ്ലാന്റ് ഇത്രയ്ക്കായിട്ട്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കാര്യം അത്ര ഉറപ്പില്ല. ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മൂട്ടി നമ്മുടെ ബാക്കിൽ പുഴുണ്ടോ നോക്കിയപ്പോൾ ഇല്ലല്ലോ, പുഴുക്കളൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ നല്ല എന്താ പറയുക, പോത്ത് പോലത്തെ പുഴുക്കളുണ്ടെന്ന്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഇവിടെയൊക്കെ കയറിയത്. അതിലേ നമുക്ക് വരാം, എന്നാലും ഒരു ടെൻഷൻ, അതുകൊണ്ട് ഞാൻ ഇതിലേ കയറിയെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റിയോ ഗ്രാൻഡ് ഫ്രൂട്ട് ദാണ്ട അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അത് പഴുത്തിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂ ഒന്നുകൂടെ എടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഇപ്പോഴത്തെ റംബൂട്ടൻ, ഈ ഫ്രണ്ടിലുള്ള റംബൂട്ടൻ മരത്തിലെ റംബൂട്ടൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊളിച്ചോക്കാവേ. അധികം കട്ടില്ല കേട്ടോ ഇതിൻ്റെ തൊലിക്ക്, എന്നുവെച്ചാൽ നമുക്ക് ഒറ്റക്കൈ കൊണ്ട് തന്നെ പൊളിക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നല്ല സ്വീറ്റായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. പുളിയാണ്, സത്യം പറയാലോ പെട്ടു. ഇത് ഇച്ചിരി കൂടെ പഴുക്കാണ്ടോ, നല്ല എനിക്ക് തോന്നുന്നത് ബ്രൗൺ കളർ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. എന്തായാലും പുളിയെ അത് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇത് പുളിയാണ്, ഇത്രയും പഴുത്തിട്ട് പുളിയാണ്. അപ്പോൾ ഇനിയൂടെ ഇച്ചിരി കൂടെ പഴുപ്പിച്ച് നോക്കാം. നല്ല പുളിയാവോ, നല്ല മധുരമാവോ, പുളിക്കനുസരിച്ച് മധുരം നമുക്ക് കിട്ടുമോ അറിയില്ല. എന്തായാലും ഞാനിനി ഇവിടെ നിന്നാൽ എനിക്ക് ടെൻഷൻ കൂടും. ഞാനൊന്ന് ഇറങ്ങട്ടെ, എനിക്ക് അവിടെ ഇവിടെ കരിയണ പോലെ ഉണ്ട്. ഞാൻ ഇറങ്ങി താഴെ ഇറങ്ങട്ടെ. പഴുത്ത പപ്പായ കിട്ടിയിട്ടുണ്ട്. നല്ല പഴുപ്പെന്ന് പറയാൻ പറ്റില്ല, ഈ മഴക്കാലത്ത് ഈ ഒരു ടൈമിൽ പറിക്കണമായിരിക്കും നല്ലത്. കാരണം ഇച്ചിരി കൂടെ ആയി കഴിഞ്ഞാൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത മഴയ്ക്ക് മുൻപ് വീട്ടിൻ്റെ ഉള്ളിൽ കയറട്ടെ. അപ്പോൾ ബൈ.